കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ മഹത്വം എന്നുള്ളതായിരിക്കുന്ന വിഷയമാണ് കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത്. സ്നാനത്തെക്കുറിച്ച് 9 കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ചില വീഡിയോകളിലൂടെ പറഞ്ഞു. ബൈബിളിൽ പലവിധമായിരിക്കുന്ന സ്നാനങ്ങളുണ്ട് എന്നുള്ളതും അതിൽ 9 വിധമായിരിക്കുന്ന സ്നാനങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുകയുണ്ടായി. നമ്മൾ പഠിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. എല്ലാ സ്നാനങ്ങളും വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന സ്നാനമൊന്നുമല്ല. ബൈബിളിൽ പറയുന്ന എല്ലാ സ്നാനങ്ങളും അത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. നമ്മുടെ മഹാജലപ്രളയ കാലത്ത് സംഭവിച്ചായിരിക്കുന്ന അല്ലെങ്കിൽ നോഹയും കുടുംബവും പെട്ടകത്തിലൂടെ രക്ഷപ്പെട്ടതിനെ സ്നാനത്തോട് സാമ്യപ്പെടുത്തി ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ അവരാരും വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങിയിട്ടൊന്നുമില്ല. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് വരുമ്പോൾ ചെങ്കടൽ കടന്നതിനെ സ്നാനത്തോട് സാമ്യപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ആരും അവർ വെള്ളത്തിലൂടെ കടന്ന് വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങിയൊന്നുമല്ല വന്നത്. അപ്പോൾ അവിടെയൊന്നും വെള്ളമില്ല, വെള്ളം ടച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ എന്നാൽ അതിനെ ബൈബിളിൽ എന്തെന്നാണ് വിളിച്ചത്? സ്നാനം എന്നാണ് വിളിച്ചത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കഴിപ്പിക്കും എന്ന് പറഞ്ഞായിരിക്കുന്ന യോഹന്നാൻ സ്നാപകൻ പറഞ്ഞായിരിക്കുന്ന സ്നാനത്തിലും വെള്ളമില്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കുമെന്നാണ്. അപ്പോൾ ഈ സ്നാനം എന്ന് കേൾക്കുമ്പോഴേ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന വെള്ളത്തിലെ സ്നാനം എന്നുള്ളതായിരിക്കുന്ന ചിന്താഗതി മാറ്റി വയ്ക്കണം. ദൈവവചനത്തിലെ സ്നാനങ്ങൾ ഒരുപാടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ പിന്നെ ഈ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നതായിരിക്കുന്ന സ്നാനം എവിടെ നിന്നാണ് ആരംഭിച്ചത് എന്ന് ചോദിച്ചാൽ അത് ആരംഭിച്ചത് യഹൂദന്മാർക്ക് മോശ മുഖാന്തരം കൊടുത്തായിരിക്കുന്ന ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ നിന്നാണ്. ഈ വെള്ളം കൊണ്ടുള്ളായിരിക്കുന്ന സ്നാനം, വെള്ളത്തിൽ കഴുകുകയോ വെള്ളം തളിക്കുകയോ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങുകയോ ഒക്കെ ചെയ്യുന്നതായിരിക്കുന്ന സ്നാനം വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കണം. അങ്ങനെയാണ് ഈ സ്നാനം എന്ന പരിപാടി തന്നെ ബൈബിളിൽ തന്നെ വന്നത്. യഹൂദ ന്യായപ്രമാണത്തിൻ്റെ പിന്തുടർച്ചയാണ്, ന്യായപ്രമാണത്തിലെ ഉപദേശമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം സ്നാനം എന്നുള്ളതായിരിക്കുന്ന വിഷയം പഠിക്കാൻ. അപ്പോൾ എല്ലായിടത്തും വെള്ളമൊന്നുമില്ല, എല്ലാ സ്നാനത്തിലും വെള്ളമൊന്നുമില്ല. എന്നാൽ ഈ വെള്ളത്തിലെ സ്നാനം വന്നത് യഹൂദ ന്യായപ്രമാണത്തിലൂടെയാണ്. ഞാൻ നിങ്ങളോടൊന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, പൗലോസ് അപ്പോസ്തോലൻ ഏറ്റതായിരിക്കുന്ന സ്നാനവും പൗലോസ് അപ്പോസ്തോലൻ ചിലരെ സ്നാനം കഴിപ്പിച്ചു. ആ സ്നാനവും ഏത് സ്നാനമാണ്? വെള്ളത്തിലുള്ള സ്നാനം തന്നെ പലവിധമായ സ്നാനങ്ങളുണ്ട് എന്നുള്ളതായിരിക്കുന്ന കാര്യവും ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൂടെ നിങ്ങളോട് പറഞ്ഞുവല്ലോ. വിശ്വാസ സ്നാനമുണ്ട്, മാനസാന്തര സ്നാനമുണ്ടല്ലേ, അങ്ങനെയുള്ളതായിരിക്കുന്ന സ്നാനങ്ങളെല്ലാം തന്നെയുണ്ട്. അപ്പോൾ പൗലോസ് അപ്പോസ്തോലൻ സ്നാനമേറ്റു. നമുക്കറിയാം, കർത്താവിനെ വിശ്വസിക്കാതെയും യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന യഹൂദന്മാരെ കൊന്നുമുടിച്ച് നടന്നായിരിക്കുന്ന പൗലോസിനെ ദമസ്കോസിൽ വെച്ച് കർത്താവ് കണ്ടുമുട്ടുകയും അങ്ങനെ പൗലോസിനെ പിടിക്കുകയും ചെയ്തു. പൗലോസ് ആ തേജസ്സിൻ്റെ ശക്തി കണ്ടിട്ട് താൻ മരിച്ചവനെ പോലെ നിലത്ത് വീഴുകയും പൗലോസ് കർത്താവിനെ കണ്ട് യേശു ക്രിസ്തുവിനെ യഥാർത്ഥ മശികയായിട്ട് കാണുകയും വിശ്വസിക്കുകയും ചെയ്തു. അതിനുശേഷം അത് ദമസ്കോസിൽ വെച്ചായിരുന്നല്ലോ. പൗലോസ് അതിനുശേഷം വസിച്ചായിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ദമസ്കോസിലാണ്. കുറേ നാളുകളെങ്കിലും ദമസ്കോസിലാണ് പാർത്തത്. അപ്പോൾ ഈ പൗലോസ് ഈ കർത്താവിനാൽ പിടിക്കപ്പെട്ടതിന് ശേഷം പൗലോസിനെ സ്നാനം കഴിപ്പിച്ച സ്നാനം ഒന്നാമതായിട്ട് ഞാൻ നിങ്ങളോട് പറയാം. പൗലോസിനെ ആരാ സ്നാനം കഴിപ്പിച്ചത്? നമുക്കറിയാം, അത് അനന്യാസ് എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു യഹൂദ ഭക്തനാണ് പൗലോസിനെ സ്നാനം കഴിപ്പിച്ചത്. യഹൂദ ഭക്തൻ. അത് പറയുമ്പോൾ തന്നെ അറിഞ്ഞുകൂടെ, ഈ പൗലോസ് ഏറ്റ സ്നാനം യഹൂദ സ്നാനമാണെന്നുള്ളതിൽ ആർക്കും സംശയമില്ലല്ലോ. അപ്പോൾ പൗലോസ് ഏറ്റായിരിക്കുന്ന സ്നാനം യഹൂദ സ്നാനമാണ്. പൗലോസ് തന്നെ അതിനെക്കുറിച്ച് പറയുന്നത് അപ്പോസ്തലപ്രവൃത്തി അതിൻ്റെ 22-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. 22-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അവിടെ പാർക്കുന്ന താൻ കർത്താവിനാൽ പിടിക്കപ്പെട്ടതായിരിക്കുന്ന ആ സന്ദർഭത്തെ വിവരിക്കുന്നതാണ് അപ്പോസ്തലപ്രവൃത്തി 22-ാം അധ്യായം. അവിടെ പറയുകയാണ്, അവിടെ പാർക്കുന്ന സകല യഹൂദന്മാരാലും നല്ല സാക്ഷ്യം കൊണ്ടവനായി ന്യായപ്രമാണപ്രകാരം ഭക്തിയുള്ളൊരു പുരുഷനായ അനന്യാസ് എന്നൊരുത്തൻ എൻ്റെ അടുക്കൽ വന്നു നിന്നു. സഹോദരനായ ശൗലെ കാഴ്ച പ്രാപിക്കായി എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ ഞാൻ കാഴ്ച പ്രാപിച്ചു, അവനെ കണ്ടു. അപ്പോൾ ആരായിരുന്നു പൗലോസിനെ സ്നാനപ്പെടുത്തിയത്? യേശുവിനെ മശിക ആയി അംഗീകരിച്ചതായിരിക്കുന്ന, എന്നാൽ ന്യായപ്രമാണം മാത്രം അനുസരിക്കുന്ന ന്യായപ്രമാണ ഭക്തനായിരിക്കുന്ന അനന്യാസ് എന്ന വ്യക്തിയാണ് പൗലോസിനെ സ്നാനപ്പെടുത്തിയത്. അപ്പോൾ പൗലോസ് ഏറ്റ സ്നാനം ഏതാ? ആ പൗലോസ് ഏറ്റ സ്നാനം ന്യായപ്രമാണത്തിലെ സ്നാനമാണ്. പൗലോസിൻ്റെ ജീവിതത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയട്ടെ. പൗലോസ് കഴിപ്പിച്ച സ്നാനത്തെക്കുറിച്ച് പറയണമെങ്കിൽ എനിക്ക് ഇത് പറഞ്ഞ് മുമ്പോട്ട് വന്നെങ്കിലേ നിങ്ങൾക്കത് മനസ്സിലാക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാനത് പറയട്ടെ. പൗലോസ് ഈ ദമസ്കോസിൽ വെച്ച് കർത്താവിനാൽ പിടിക്കപ്പെടുകയും സ്നാനപ്പെടുകയും ചെയ്തതിന് ശേഷം പൗലോസ് അവിടെയുള്ള ശിഷ്യന്മാരോട് കൂടെ ഒരുപാട് നാളുകൾ പാർത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അവിടെ ഉള്ള ശിഷ്യന്മാരോട് കൂടെ പാർത്തുകൊണ്ട് പൗലോസ് യേശു ക്രിസ്തു തന്നെ മശിഹ
എന്നുള്ളതായിരിക്കുന്ന കാര്യം അവിടെയുള്ള യഹൂദന്മാർക്ക് തെളിയിച്ചു കൊടുത്തു എന്നാണ് നമ്മൾ 9-ാം അധ്യായത്തിൻ്റെ അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിൻ്റെ 26 മുതലുള്ളായിരിക്കുന്ന വാക്യങ്ങളിൽ വായിക്കുന്നത്. അവിടെ 9-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ളായിരിക്കുന്ന വാക്യങ്ങളിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. അവൻ ദമസ്കോസിലുള്ള ശിഷ്യന്മാരോട് കൂടെ കുറേ നാൾ പാർത്തു. ദമസ്കോസിൽ അപ്പോൾ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നതായിരിക്കുന്ന യഹൂദന്മാരുടെ കൂട്ടമുണ്ടായിരുന്നു. അപ്പോൾ പൗലോസ് അവരുടെ കൂടെ ചേർന്നു, അവരോട് കൂടെ കുറേ നാൾ പാർത്തു. യേശു തന്നെ ദൈവപുത്രൻ എന്ന് പള്ളികളിൽ പ്രസംഗിച്ചു. എന്തായിരുന്നു പൗലോസിൻ്റെ പ്രസംഗ വിഷയം? യേശു തന്നെ ദൈവപുത്രൻ എന്നായിരുന്നു പൗലോസിൻ്റെ പ്രസംഗ വിഷയം. അവിടെ യേശു തന്നെ ദൈവപുത്രൻ എന്നുള്ളതായിരിക്കുന്ന ആ പ്രസംഗമല്ലാതെ കാൽവരി കുരിശിൽ കർത്താവായി യേശു ക്രിസ്തു മരിച്ചതുകൊണ്ട് പാപികളുടെ രക്ഷ സംജാതമായി എന്നോ അതിലൂടെ പാപികൾക്ക് രക്ഷയുണ്ടെന്നുള്ളതായിരിക്കുന്ന കാര്യമല്ല പൗലോസ് പ്രസംഗിച്ചത്. യേശു തന്നെയാണ് ദൈവപുത്രൻ, ഇസ്രായേൽ ജനം കാത്തിരിക്കുന്ന മശിഹ അവൻ തന്നെയാണ് എന്ന് അവിടെ പള്ളികളിൽ പ്രസംഗിച്ചു എന്നാണ്. എന്നാൽ പൗലോസിൻ്റെ പ്രസംഗങ്ങളെ പിൻകാലങ്ങളിൽ എന്തായിരുന്നു അറിയാവോ? പൗലോസ് പറഞ്ഞത്, ഞാൻ ജഡപ്രകാരം ഇനി ക്രിസ്തുവിനെ അറിയുന്നില്ലെന്ന് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൽ ജനിച്ച് ജീവിച്ച് വളർന്ന് 33 വർഷക്കാലം ജീവിച്ചതായിരിക്കുന്ന ആ ക്രിസ്തു എൻ്റെ പ്രസംഗ വിഷയമല്ലെന്ന് പറഞ്ഞു. എനിക്കോ എൻ്റെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ടവനായിരിക്കുന്ന ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. പൗലോസ് പറയുന്നതായിരിക്കുന്ന കാര്യമാണ്, യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്നാണ്. അപ്പോൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്നാണ് ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു അല്ലാതെ മറ്റൊന്നും അറിയില്ല, ക്രിസ്തുവിനെക്കുറിച്ച് മറ്റൊന്നും അറിയാതെ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ജനനവും അത്ഭുതങ്ങളും അടയാളങ്ങളും ഒന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പിൻകാലങ്ങളിൽ പൗലോസ് എഴുതിയത്, പൗലോസ് പിൻകാലങ്ങളിൽ പ്രസംഗിച്ചത്. അപ്പോൾ ഈ ദമസ്കോസിൽ എന്താ പ്രസംഗിച്ചത്? അത് ഈ ക്രൂശ് എന്താ പ്രസംഗിക്കാതിരുന്നത്? വെളിപ്പാടുകൾ കിട്ടിയില്ല കർത്താവിൽ നിന്ന്, യാതൊരു വിധമായിരിക്കുന്ന വെളിപ്പാടുകൾ എന്ത് പ്രസംഗിക്കണം, എന്ത് ഉപദേശത്തിലേക്ക് വരണം എന്നൊന്നും പൗലോസിന് ആ നാളുകളിൽ മനസ്സിലായിട്ടില്ല. എന്ന് പറഞ്ഞാൽ ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ ഉപദേശമോ ബോഡി ഓഫ് ക്രൈസ്റ്റിലൂടെ സകല ജാതികൾക്കുള്ള രക്ഷയുടെ സുവിശേഷമോ പൗലോസിന് വെളിപ്പെട്ട് വന്നില്ല എന്നർത്ഥം. അപ്പോൾ പൗലോസ് അവിടെ പ്രസംഗിച്ച് എന്താണ്? യേശു തന്നെ ദൈവപുത്രൻ എന്ന് പള്ളികളിൽ പ്രസംഗിച്ചു. കേട്ടവർ എല്ലാവരും വിസ്മയിച്ചു. യെരുശലേമിൽ ഈ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നാശം ചെയ്യുന്നവൻ ഇവനല്ലയോ? ഇവിടെയും അവരെ പിടിച്ചുകെട്ടി മഹാപുരോഹിതന്മാരുടെ അടുക്കൽ കൊണ്ടുപോകാനല്ലോ വന്നത് എന്ന് പറഞ്ഞു. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതെയാക്കി. വേറൊരു പ്രസംഗവും ഇല്ല. തിരുവെഴുത്ത് പ്രകാരം യേശു തന്നെയാണ് ക്രിസ്തു എന്ന് തെളിയിക്കുന്ന പ്രസംഗമാണ് ദമസ്കോസിൽ പൗലോസ് ചെയ്തത്. ഇതേ പ്രസംഗമല്ലേ 12 അപ്പോസ്തലന്മാർ യെരുശലേമിലും മറ്റെല്ലായിടത്തും പ്രസംഗിച്ചത്? 12 അപ്പോസ്തലന്മാർക്ക് ഇതേ ഉള്ളൂ പ്രസംഗ വിഷയം, യേശു തന്നെ ക്രിസ്തു, മശീഹ അവൻ തന്നെ, അവനെ നിങ്ങൾ കൊന്നു. ഈ ഒരു കാര്യമാണ് 12 അപ്പോസ്തലന്മാരുടെയും പ്രസംഗം. ഇത് തന്നെയാണ് പൗലോസും തൻ്റെ മാനസാന്തരത്തിന് ശേഷം ആരംഭ നാളുകളിലെല്ലാം പൗലോസും പ്രസംഗിച്ചത് ഇത് തന്നെയാണ്. അതിനുശേഷം പൗലോസിൻ്റെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ പൗലോസ് 12 അപ്പോസ്തലന്മാരുമായിട്ട് മുഖപരിചയമാകേണ്ടതിന് യെരുശലേമിലേക്ക് പോയി എന്ന് നമ്മൾ വായിക്കുന്നു. താൻ അതിനുശേഷം യെരുശലേമിലേക്ക് പോയി. യെരുശലേമിൽ ചെന്ന് 12 അപ്പോസ്തലന്മാരെ കണ്ടു. അതിൻ്റെ 26-ാം വാക്യം, അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായം 26-ാം വാക്യം. അവൻ യെരുശലേമിൽ എത്തിയ ശിഷ്യന്മാരോട് ചേരുവാൻ ശ്രമിച്ചു. എന്നാൽ അവൻ ഒരു ശിഷ്യൻ എന്ന് വിശ്വസിക്കാതെ എല്ലാവരും അവനെ പേടിച്ചു. ബർന്നബാസും അവനെ കൂട്ടി അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടുചെന്നു. അവൻ വഴിയിൽ വെച്ച് കർത്താവിനെ കണ്ടതും കർത്താവ് അവനോട് സംസാരിച്ചതും ദമസ്കോസിൽ അവൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചത് എല്ലാം അവരോട് വിവരിച്ച് പറഞ്ഞു. പിന്നെ അവൻ യെരുശലേമിൽ അവരുമായി പെരുമാറുകയും കർത്താവിൻ്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കുകയും ചെയ്തു പോന്നു. യെരുശലേമിലും പൗലോസ് പോയി ഈ കാര്യം തന്നെ, യേശു തന്നെ മശീഹ എന്നുള്ളത് 12 അപ്പോസ്തലന്മാരുടെ കൂടെ പ്രസംഗിച്ചതിന് ശേഷമാണ് പൗലോസ് അവിടെയുള്ളായിരിക്കുന്ന യഹൂദന്മാർ അവനെ കൊല്ലുവാനായിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ അപ്പോസ്തലന്മാരെല്ലാവരും കൂടെ പൗലോസിനെ അവിടുന്ന് രക്ഷപ്പെടുത്തുകയും പൗലോസ് തൻ്റെ ജന്മദേശമായിരിക്കുന്ന തർസോസിലേക്ക് തിരിച്ചു പോരുകയും ചെയ്തു എന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അങ്ങനെ തൻ്റെ ജന്മദേശത്തേക്ക് പോകുന്നു. കാരണം എന്താ വെച്ചാൽ പൗലോസിനെ വിളിച്ചപ്പോൾ തന്നെ പൗലോസിനെ വിളിച്ചതായിരിക്കുന്ന ആ സുവിശേഷ വേലയ്ക്ക് പൗലോസിനെ വരമേൽപ്പിച്ച് ആ കാര്യങ്ങളെ ബോധ്യപ്പെടുത്തി അത് എല്ലാ വെളിപ്പാടുകളും കൊടുത്ത് അങ്ങ് ഏൽപ്പിക്കുകയായിരുന്നില്ല. അതിനൊക്കെ കുറേ സമയമെടുത്തു, കുറേ വർഷങ്ങളെടുത്തു. ഞാൻ തുടർന്നത് പറയുന്നുണ്ട്. അങ്ങനെ പൗലോസ് തൻ്റെ ജന്മദേശത്തേക്ക് തിരിച്ചു പോരുകയും, ജന്മദേശം എന്ന് പറയുന്നത് തർസോസാണ്. തർസോസിൽ വന്ന് കുറേ നാൾ പാർക്കുകയും ചെയ്തിരിക്കുക. കുറേ വർഷങ്ങൾ അവിടെ തന്നെ കഴിച്ചു കൂട്ടി എന്ന് നമുക്ക് ന്യായമായിട്ട് വിശ്വസിക്കാം. അപ്പോൾ ഞാൻ ആ കൂടെ ഒരു കാര്യം കൂടി
പറയട്ടെ, എങ്ങനെയാണ് പൗലോസ് ഈ സഭാ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നതെന്നും കൂടി ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അന്ത്യോക്യയിൽ എങ്ങനെയാണ് സഭ രൂപം കൊണ്ടത്? യെരുശലേമിലെ സഭയിൽ നമ്മുടെ എന്താണ് പറയുന്നത്, സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊന്നതായിരിക്കുന്ന സമയത്ത് വലിയ കലക്കമുണ്ടായി. യെരുശലേമിലെ സഭയിലല്ല, യഹൂദന്മാരാൽ യെരുശലേമിലെ സഭയ്ക്ക് വലിയ ദോഷമുണ്ടായി കഴിഞ്ഞപ്പോൾ അപ്പോസ്തലന്മാർ ഒഴികെയുള്ളവർ യെരുശലേമിൽ നിന്ന് പല ദേശത്തേക്കും, ശമര്യയിലേക്കും അന്ത്യോക്യയിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കെല്ലാം അപ്പോസ്തലന്മാർ പോയില്ല. ബാക്കിയുള്ളവരെല്ലാം അവിടെ നിന്ന് പല ദേശങ്ങളിലേക്ക് ചെതറിപ്പോയി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അങ്ങനെ പോയവർ സിറിയയിലെ അന്ത്യോക്യയിലെത്തുകയും അവിടെ സുവിശേഷം പറയുകയും ജാതികളോട് സുവിശേഷം പറയുകയും അവരും യേശുവിനെ മശിഹയായിട്ട് അംഗീകരിച്ച് അവിടെ സഭ കൂടിവരവ് തുടങ്ങുകയും ചെയ്തു എന്ന് തിരുവെഴുത്തിൽ ശ്രദ്ധയോടെ പഠിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ സിറിയയിലെ അന്ത്യോക്യയിൽ ഒരു സഭ കൂടിവരവ് തുടങ്ങി എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ഇത് യെരുശലേമിലെ അപ്പോസ്തലന്മാരുടെ കാതുകളിൽ എത്തുകയും യെരുശലേമിലെ അപ്പോസ്തലന്മാർ ദൈവഭക്തനായിരുന്നായിരിക്കുന്ന ബർന്നബാസ് എന്ന് പറയുന്നതായിരിക്കുന്ന വ്യക്തിയെ അന്ത്യോക്യയിലെ സഭയിലേക്ക് അയക്കുകയും ചെയ്തു. ബർന്നബാസ് പോയി അന്ത്യോക്യ സഭയിലെ ശുശ്രൂഷ നേതൃത്വം ഏറ്റെടുത്തു. ബർന്നബാസ് അവിടുത്തെ ശുശ്രൂഷകനായിത്തീർന്നു. അവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബർന്നബാസിന് യെരുശലേമിൽ വന്ന് കണ്ടപ്പോൾ പരിചയമുണ്ടല്ലോ പൗലോസിനെ. അങ്ങനെ ബർന്നബാസ് തർസോസിലേക്ക് പോവുകയും തർസോസിൽ പൗലോസിനെ തെരഞ്ഞ് കണ്ടെത്തി പിടിച്ച് അന്ത്യോക്യ സഭയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അങ്ങനെ അന്ത്യോക്യ സഭയിൽ ബർന്നബാസും പൗലോസും ഒരുമിച്ച് കർത്താവിൻ്റെ ശുശ്രൂഷ ഏറ്റെടുക്കുകയും അത് നിവർത്തിക്കുകയും ചെയ്തു. അപ്പോസ്തലപ്രവൃത്തി 11-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ളായിരിക്കുന്ന വാക്യങ്ങളിലാണ് നമ്മൾ ഈ വാക്യം വായിക്കുന്നത്. സ്തേഫാനോസ് നിമിത്തമുണ്ടായ ഉപദ്രവ ഹേതുവായി ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ ഫൊയ്നിക്യ, കുപ്രോസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളോടും സഞ്ചരിച്ചു. അവരിൽ ചിലർ കുപ്രോസുകാരും കുർയാനക്കാരുമായിരുന്നു. അവർ അന്ത്യോക്യയിൽ എത്തിയ ശേഷം യവനന്മാരോടും കർത്താവായ യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. കർത്താവിൻ്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു. വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞു. അവരെക്കുറിച്ചുള്ള ഈ വർത്തമാനം യെരുശലേമിലെ സഭയുടെ ചെവിയിൽ എത്തിയപ്പോൾ അവർ ബർന്നബാസിനെ അന്ത്യോക്യയോളം പറഞ്ഞയച്ചു. അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. എല്ലാവരും നിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ തക്കണം പ്രബോധിപ്പിച്ചു. അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനുമായിരുന്നു. വളരെ പുരുഷാരം കർത്താവിനോട് ചേർന്നു. അവൻ ശൗലിനെ തിരവാൻ തർസോസിലേക്ക് പോയി അവനെ കണ്ടെത്തിയാറെ അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവർ ഒരു സംവത്സരം മുഴുവൻ സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ബർന്നബാസും പൗലോസും കൂടെ അന്ത്യോക്യയിലെ സഭയിലെ ശുശ്രൂഷകന്മാരായി തീർന്നു. എന്നാൽ അതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അങ്ങനെ അവർ അന്ത്യോക്യ സഭയിലെ ശുശ്രൂഷകരായി പോരുമ്പോൾ ഏകദേശം വർഷങ്ങൾ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ദമസ്കോസിൽ പാർത്ത സമയം, പൗലോസ് മാനസാന്തരത്തിന് ശേഷമേ ദമസ്കോസിൽ പാർത്ത സമയം, തർസോസിൽ പാർത്ത സമയം, അറേബ്യയിലേക്ക് പോവുകയുണ്ടായി, അറേബ്യയിൽ പാർത്ത സമയം, ഇങ്ങനെ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും പൗലോസിന് ദൈവത്തിൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് വെളിപ്പാടുകൾ കിട്ടാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പൗലോസ് എന്ത് പ്രസംഗിച്ചു എന്നറിയാം. അന്ത്യോക്യയിൽ എന്ന് പറഞ്ഞാൽ തൻ്റെ മിഷണറി യാത്രയുടെ തൊട്ട് മുമ്പുള്ള നാളുകളിൽ പൗലോസും ബർന്നബാസിനും ദൈവം കൊടുത്തായിരിക്കുന്ന വെളിപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ യഹൂദ പാരമ്പര്യപ്രകാരം അതല്ലെങ്കിൽ ന്യായപ്രമാണ പ്രകാരമുള്ളതായിരിക്കുന്ന പരിച്ഛേദന ആവശ്യമില്ല. ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വരുന്നവരായിരിക്കുന്നവർക്ക് ആർക്കും പരിച്ഛേദന ഏൽക്കേണ്ടതായിരിക്കുന്ന ആവശ്യമില്ല. പരിച്ഛേദന കൊണ്ടല്ല മനുഷ്യൻ രക്ഷപ്പെടുന്നത്, അല്ലെങ്കിൽ യഹൂദ ന്യായപ്രമാണം കൊണ്ടല്ല മനുഷ്യൻ രക്ഷപ്പെടുന്നത് എന്നുള്ളതായിരിക്കുന്ന കാര്യം അന്ത്യോക്യയിലെ സഭയിലെ 1-ാം മിഷണറി യാത്രയ്ക്ക് മുമ്പുള്ളതായിരിക്കുന്ന സമയങ്ങളിൽ പൗലോസും ബർന്നബാസും പ്രസംഗിക്കുകയുണ്ടായി. അതിനുശേഷം നമുക്കറിയാം ഈ അന്ത്യോക്യയിലെ സഭയിൽ നിന്ന് കർത്താവ് അവർക്ക് അരുളപ്പാട് കൊടുക്കുകയും അവർ അന്ത്യോക്യയിലെ സഭയിൽ നിന്ന് 1-ാം മിഷണറി യാത്രയ്ക്കായിട്ട് പുറപ്പെടുകയും ചെയ്തു. അവിടെ നമ്മൾ വായിക്കുന്ന അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിൻ്റെ 1 വാക്യങ്ങൾ, അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്നു പേരുള്ള ശീമോൻ, കുറേനക്കാരനായ ലൂക്യോസ്, ഇടപ്രഭുവായ ഹെരോദോടുകൂടെ വന്ന മനായേൽ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടകന്മാരും, ഈ ശൗൽ എന്ന് പറഞ്ഞാൽ പൗലോസിനെയാണ്, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടകന്മാരും ഉണ്ടായിരുന്നു. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിന് എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചു, അവരുടെ മേൽ കൈവച്ചു, അവരെ പറഞ്ഞയച്ചു. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്യയിലേക്ക് ചെന്നു. അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി സലമീസിൽ ചെന്ന് യഹൂദന്മാരുടെ പള്ളികളിൽ ദൈവവചനം അറിയിച്ചു. യോഹന്നാൻ അവർക്ക് ഭൃത്യനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൗലോസിൻ്റെ 1-ാം മിഷണറി യാത്രയാണ് ഇവിടെ കാണുന്നത്. ഈ 1-ാം മിഷണറി യാത്ര എപ്പോഴാണ്
എപ്പോഴാണ് സംഭവിക്കുന്നതെന്നറിയാമോ? അത് നമ്മൾ ആദ്യം മനസ്സിലാക്കും. ഒന്നാം മിഷണറി യാത്ര നടക്കുന്നത് AD 48 എന്നാൽ പൗലോസ് അപ്പോസ്തലൻ ദമസ്കോസിൽ വെച്ച് പിടിക്കപ്പെടുന്നത് എപ്പോഴാണെന്നറിയാമോ? ദമസ്കോസിൽ വെച്ച് പിടിക്കപ്പെടുന്നത് AD 33 ഒന്നാം മിഷണറി യാത്ര AD 48 അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കണം. 15 വർഷമായി പൗലോസ് ഈ യേശുവിനെ അറിയാൻ തുടങ്ങിയിട്ട് 15 വർഷമായി. എല്ലാ വെളിപ്പാടുകളും പൗലോസിന് കിട്ടിയിട്ടില്ല. ഈ ഒന്നാം മിഷണറി യാത്രയുടെ സമയത്ത് ചില കാര്യങ്ങൾ, അതിന് തൊട്ട് മുമ്പായിട്ട് ചില കാര്യങ്ങൾ മനസ്സിലായി. ന്യായപ്രമാണത്തിൻ്റെ പരിച്ഛേദനയും അങ്ങനെയുള്ളായിരിക്കുന്ന കർമ്മങ്ങളും ശുശ്രൂഷകളൊന്നും ആവശ്യമില്ല, ജാതികളുടെ രക്ഷയ്ക്ക് അതൊന്നും ആവശ്യമില്ല എന്നുള്ളായിരിക്കുന്ന കാര്യം മാത്രം അവർക്ക് മനസ്സിലാക്കുകയും അങ്ങനെ പൗലോസ് പിടിക്കപ്പെട്ടതിന് ശേഷം 15 വർഷങ്ങൾക്ക് ശേഷം ഒന്നാം മിഷണറി യാത്ര ചെയ്യുകയും ചെയ്തു. ഒന്നാം മിഷണറി യാത്ര കഴിഞ്ഞ് ഏകദേശം AD 48, 49 ഈ 2 വർഷങ്ങളാണ് ഒന്നാം മിഷണറി യാത്ര. അത് കഴിഞ്ഞിട്ട് അവർ തിരിച്ച് ബർന്നബാസും പൗലോസും കൂടെ തിരിച്ച് അന്ത്യോക്യയിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഈ ഒന്നാം മിഷണറി യാത്രയിൽ പൗലോസ് പ്രസംഗിച്ചായിരിക്കുന്ന വിഷയമെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ രക്ഷണ്യ മാർഗം തന്നെയാണ് പ്രസംഗിച്ചത്. യേശു ക്രിസ്തുവിലൂടെയുള്ളായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നതിലൂടെ പാപികൾ രക്ഷപ്പെടുന്നു എന്നുള്ളായിരിക്കുന്ന കാര്യം തന്നെയാണ് പ്രസംഗിച്ചത്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, അവിടെ സ്നാനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചോ എന്നുള്ളായിരിക്കുന്ന ബോധ്യം അവർക്ക് പൗലോസിന് ആ നാളുകളിൽ കൃത്യമായിട്ട് കിട്ടിയിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ തൻ്റെ മിഷണറി യാത്രകളിൽ പൗലോസ് വിശ്വസിച്ച യഹൂദന്മാരെയും മറ്റുള്ള ചിലരെയും സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. അത് ഞാൻ തുടർന്ന് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ യേശുക്രിസ്തുവിനെ വിശ്വസിച്ചാൽ രക്ഷ പ്രാപിക്കാം എന്നുള്ളായിരിക്കുന്ന കാര്യം അവർ പ്രസംഗിച്ചു. അവർ ആ ഒന്നാം മിഷണറി യാത്രയിലും ഏറ്റവും കൂടുതൽ പോയത് എവിടെയാണെന്നറിയാമോ? യഹൂദ ദേവാലയങ്ങളിലാണ് പോയത്, യഹൂദന്മാരുടെ സുവിശേഷം പറഞ്ഞത്. അപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ കാത്തിരുന്ന മശിഹ ഇവൻ തന്നെയാണ്, ഈ യേശു തന്നെയാണ്, ആ യേശുവിനെ വിശ്വസിക്കാൻ പറഞ്ഞ് അങ്ങനെ യഹൂദന്മാരുടെ ചില സഭകളൊക്കെ ഒന്നാം മിഷണറി യാത്രയിൽ ഉണ്ടാകുകയും അവർ AD 49 ഒന്നാം മിഷണറി യാത്ര കഴിഞ്ഞ് അവർ തിരിച്ച് അന്ത്യോക്യയിലേക്ക് വരികയും ചെയ്തു. അന്ത്യോക്യയിൽ വന്നപ്പോൾ അന്ത്യോക്യയിൽ വലിയ പ്രശ്നം. എന്താ പ്രശ്നം എന്നറിയാമോ? യെരുശലേമിൽ നിന്ന്, അതായത് 12 അപ്പോസ്തലന്മാരുടെ ശിഷ്യത്വത്തിലുള്ളതായിരിക്കുന്ന കുറേ പേര് അന്ത്യോക്യയിലെ സഭയിൽ വന്നിട്ട് പറഞ്ഞു, ഈ പൗലോസും ഒക്കെ പറയുന്നത് മാതിരിയേ നിങ്ങൾ പരിച്ഛേദന ഏൽക്കാതിരുന്നാൽ രക്ഷയില്ല കേട്ടോ, പരിച്ഛേദന ഏറ്റെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ളത് അവിടെ പഠിപ്പിക്കുകയും പ്രബോധിപ്പിക്കുകയും ജനത്തിൽ കലക്കമുണ്ടാക്കുകയും ചെയ്യും. അന്ത്യോക്യയിലെ സഭയിൽ, ഈ അന്ത്യോക്യയിലെ സഭയിൽ നിന്ന് പോകുന്നവരെ അവസാന നാളുകളിൽ ഇവർ പഠിപ്പിച്ചൊരു കാര്യം, പരിച്ഛേദനയൊന്നും വേണ്ട, രക്ഷയ്ക്ക് ജാതികളിൽ നിന്ന് വരുന്നവർക്ക് പരിച്ഛേദനയൊന്നും വേണ്ടെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇതൊരു പരിച്ഛേദനയിൽ നിന്ന് കൃപായുഗത്തിലേക്കുള്ളായിരിക്കുന്ന ഒരു പരിവർത്തന കാലഘട്ടമാണ്. അത് മനസ്സിലാക്കണം. ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് മാറുന്ന കാലഘട്ടമാണ്. കാര്യങ്ങൾ എങ്ങനെ എന്ന് കൃത്യമായി പറയാനും പഠിപ്പിക്കാനും അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അവർ പറഞ്ഞു പരിച്ഛേദന ആവശ്യമില്ല എന്നെന്തായാലും അവിടെ പഠിപ്പിച്ചു. അന്ത്യോക്യയിലെ സഭയിൽ പഠിപ്പിച്ചിട്ട് അവർ മിഷണറി യാത്രയ്ക്ക് പോകുന്നത്, ഇവർ സുവിശേഷ വേലയ്ക്ക് പോകുന്നത്. ബർന്നബാസും പൗലോസും പോയി തിരിച്ച് വന്നപ്പോഴേക്കും യെരുശലേമിലുള്ളായിരിക്കുന്ന യഹൂദന്മാരുടെ കീഴിലുള്ളായിരിക്കുന്ന വിശ്വാസികളായിരിക്കുന്ന ക്രിസ്തീയ വിശ്വാസികളായിരിക്കുന്നവർ വന്ന് അന്ത്യോക്യയിലെ സഭയിൽ വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, പരിച്ഛേദന ഏൽക്കാതെ രക്ഷയില്ല, പരിച്ഛേദന ഏൽക്കാതെ ആർക്കും രക്ഷപ്പെടാനായിട്ട് മോശയുടെ ന്യായപ്രമാണം അനുസരിച്ചെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ളായിരിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ട് അവിടെ കലക്കമുണ്ടാക്കി. അപ്പോൾ ബർന്നബാസും പൗലോസും തിരിച്ച് അന്ത്യോക്യയിലെ സഭയിൽ വന്നു കഴിഞ്ഞപ്പോൾ അന്ത്യോക്യയിലെ സഭയിൽ ആകെ പ്രശ്നമായി കഴിഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് അപ്പോസ്തലന്മാരോട് ചോദിക്കണം എന്നുള്ളതായിരിക്കുന്ന തീരുമാനം ഇട്ടുകൊണ്ട് ബർന്നബാസും പൗലോസും കൂടെ എങ്ങോട്ട് പോയി എന്നറിയാവോ? അവർ നേരെ യെരുശലേമിലേക്ക് പോയി. തീത്തോസിനെയും കൂട്ടിക്കൊണ്ടാണ് പോയത്. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിന് 1 മുതലുള്ള വാക്യങ്ങളിൽ വായിച്ചാൽ തീത്തോസിനെയും കൂട്ടിക്കൊണ്ടാണ്. തീത്തോസ് ഒരു പുറംജാതിക്കാരനാണ്, പരിച്ഛേദന ഏൽക്കാത്തവനാണ്. അവനെയും കൂട്ടിക്കൊണ്ടാണ് യെരുശലേമിലേക്ക് പോയത്. അവിടെ ചെന്ന് പൗലോസും ബർന്നബാസും കൂടെ ഉള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞങ്ങൾ ജാതികളെടുത്ത് സുവിശേഷം പറയുന്നു, എന്നാൽ ജാതികളായിരിക്കുന്നവർക്ക് അവർ വിശ്വസിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുന്നു. അതുകൊണ്ട് അവർ ന്യായപ്രമാണം അനുസരിക്കണമെന്ന് ശഠിക്കുന്നത് ഒരിക്കലും ശരിയല്ല. ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകൾ പാലിക്കാൻ അവരെ ഉപദേശിക്കരുത്. എന്നാൽ നിങ്ങളുടെ ഇടയിൽ നിന്ന് കുറേ പുരുഷന്മാർ വന്നിട്ട് അന്ത്യോക്യയിലെ സഭയിൽ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നു, ഇങ്ങനെ ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കണം എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ യെരുശലേമിൽ 1-ാം കൗൺസിൽ ചേരുകയാണ്. കൗൺസിൽ ചേർന്ന അപ്പോസ്തലന്മാരും അവിടുത്തെ മൂപ്പന്മാരും എല്ലാവരും കൂടെ ചേർന്ന് ആ കൗൺസിലിൽ അവർ ഒരു തീരുമാനം പ്രസിദ്ധമാക്കി. എന്താണെന്നറിയാവോ? അങ്ങനെ ഇനി ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വരുന്നവരായിരിക്കുന്നവർ ആരും തന്നെ
ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വരുന്നവരായിരിക്കുന്നവരാരും തന്നെ എന്താണ് ഈ വിധമായിരിക്കുന്ന ന്യായപ്രമാണത്തിൻ്റെ ചട്ടങ്ങളും നിയമങ്ങളും അങ്ങനെ പരിച്ഛേദന പോലുള്ളതായിരിക്കുന്ന ചില കഠിനമായ കാര്യങ്ങൾ അത് ചെയ്യണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതായിരിക്കുന്ന ചില തീരുമാനങ്ങൾ അവരെടുക്കുകയും ചെയ്തു. ആ വേദഭാഗം വായിക്കുന്നത് അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തിൻ്റെ 1 മുതലായിരിക്കുന്ന വാക്യങ്ങളിൽ നിന്നാണ്. യഹൂദിയിൽ നിന്ന് ചിലർ വന്നു, നിങ്ങൾ മോശെ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു. ഏത് സഹോദരന്മാരെ? അന്ത്യോക്യയിലെ സഹോദരന്മാരെ. മോശ കൽപ്പിച്ച പരിച്ഛേദന ഏറ്റെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് ഉപദേശിച്ചു. പൗലോസിനും ബർണ്ണബാസിനും അവരോട് അല്പമല്ലാത്ത വാദവും തർക്കവും ഉണ്ടായിട്ട് പൗലോസും ബർണ്ണബാസും അവരിൽ മറ്റു ചിലരും ഈ തർക്കസംഗതികളെപ്പറ്റി യെരുശലേമിൽ അപ്പോസ്തലന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ പോകണമെന്ന് നിശ്ചയിച്ചു. സഭ അവരെ യാത്ര അയച്ചിട്ട് അവർ ഫൊയ്നിക്കയിലും ശമരിയയിലും കൂടി കടന്ന് ജാതികളുടെ മാനസാന്തര വിവരം അറിയിച്ചു. സഹോദരന്മാർക്ക് മഹാസന്തോഷം വരുത്തി. അവർ യെരുശലേമിൽ എത്തിയേറെ സഭ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും അവരെ കൈക്കൊണ്ടു. ദൈവം തങ്ങളോട് കൂടെ ഇരുന്ന് ചെയ്തതൊക്കെയും അവർ അറിയിച്ചു. ഇതിനെക്കുറിച്ച് ഗലാത്യ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൽ വളരെ വിശദമായിട്ട് പൗലോസ് പറയുന്നുണ്ട്. ഞാൻ 14 ആണ്ട് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ അതിനൊരു 3 വർഷം മുമ്പ് യെരുശലേമിലേക്ക് പോയ കാര്യം പറഞ്ഞു. 3 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ കേഫാവുമായി മുഖപരിചയമാകേണ്ടതിന് യെരുശലേമിലേക്ക് പോയി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 14 വർഷം കഴിഞ്ഞിട്ട് ഞാൻ എങ്ങോട്ട് പോയി? യെരുശലേമിലേക്ക് പോയി. ആ 14 വർഷം കഴിഞ്ഞ് യെരുശലേമിലേക്ക് പോയ കാര്യമാണ് ഇവിടെ ഈ വായിക്കുന്നത്. അവിടെ പൗലോസ് പറയുന്ന ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നത്: 14 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ബർണ്ണബാസുമായി തീത്തോസിനെയും കൂട്ടിക്കൊണ്ട് വീണ്ടും യെരുശലേമിലേക്ക് പോയി. ഞാനൊരു വെളിപ്പാട് അനുസരിച്ചത്രേ പോയത്. ഞാൻ ഓടിയതോ വെറുതെ എന്ന് വരാതിരിപ്പാൻ ഞാൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം അവരോട് വിശേഷാൽ പ്രമാണികളോട് വിവരിച്ചു. എൻ്റെ കൂടെയുള്ള തീത്തോസ് എവനെങ്കിലും പരിച്ഛേദന ഏൽപ്പാൻ അവനെ ആരും നിർബന്ധിച്ചില്ല. നോക്കിയേ, ആ യെരുശലേം കൗൺസിലിൽ പൗലോസ് പോയായിരിക്കുന്ന കാര്യമാണ് ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവിടെ പൗലോസ് അവിടേക്ക് പോകാനുള്ള ഉദ്ദേശം ഞാനൊരു വെളിപ്പാടനുസരിച്ചത്രേ പോയത്. എന്ത് വെളിപ്പാട്? ഏത് വെളിപ്പാട് എന്താണെന്ന് അവിടെ പൗലോസ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞങ്ങൾ ജാതികളുടെ ഇടയിൽ പറയുന്ന സുവിശേഷം ഇന്നതെന്ന് യെരുശലേമിലെ പ്രമാണികളെ ഗ്രഹിപ്പിക്കാനാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത് എന്ന് പറയുന്നുണ്ട്. 12 അപ്പോസ്തലന്മാർക്ക് ആ സുവിശേഷം അറിയുമെങ്കിൽ എന്തിനായി പൗലോസ് ജാതികളുടെ ഇടയിൽ പറയുന്നതായിരിക്കുന്ന സുവിശേഷം ഇന്നതെന്ന് അവരെ ഗ്രഹിപ്പിക്കാൻ അങ്ങോട്ട് പോകേണ്ട ആവശ്യം? ഇവർ രണ്ടുപേരും പറയുന്ന സുവിശേഷം ഒന്നാണെങ്കിൽ പിന്നെ പൗലോസിന് അങ്ങോട്ട് പോയി ഈ സുവിശേഷത്തെക്കുറിച്ച് പറയേണ്ടതായിരിക്കുന്ന ആവശ്യമുണ്ടോ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അങ്ങനെ ആ യെരുശലേം കൗൺസിൽ കൂടുകയും ഈ യെരുശലേം കൗൺസിലിൽ ഒരു തീരുമാനം എടുക്കുകയും ചെയ്തു. ആ തീരുമാനം എന്താണെന്നറിയാവോ? അവിടെ യെരുശലേം കൗൺസിലിൽ തീരുമാനിക്കപ്പെട്ടതായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ന്യായപ്രമാണ പ്രകാരമുള്ളതായിരിക്കുന്ന പരിച്ഛേദന നിങ്ങളെ ഏൽക്കണ്ട. ജാതികളിൽ നിന്ന് വിശ്വാസത്തിൽ വരുന്നതായിരിക്കും സഭകൾ പരിച്ഛേദന ഏൽക്കണ്ട. എന്നാൽ എന്ത് ചെയ്യണം? വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടി ചത്തത്, പരസംഗം എന്നിവ വർജിച്ചിരിക്കണം എന്നല്ലാതെ അധികമായ ഭാരമൊന്നും നിങ്ങളുടെ മേൽ ചുമത്തരുത് എന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യമാണ്. ഈ പറഞ്ഞായിരിക്കുന്ന നിയമങ്ങൾ നിങ്ങൾ പാലിക്കണം. ആ നിയമങ്ങൾ എവിടുന്നാണ് വന്നത്? ആ നിയമങ്ങൾ വന്നത് ന്യായപ്രമാണത്തിൽ നിന്നാണ്. നിങ്ങൾക്കറിയാമോ എന്താ അവിടെ പറഞ്ഞത്? വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടി ചത്തത്, പരസംഗം ഇത് വർജിച്ചിരിക്കണം. അപ്പോൾ ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വരുന്നവരും പരിച്ഛേദന ഏൽക്കണ്ടെങ്കിലും ആ കാലഘട്ടങ്ങളിൽ, ആ പരിവർത്തനത്തിൻ്റെ കാലഘട്ടങ്ങളിൽ പരിച്ഛേദന ഏൽക്കണ്ടെങ്കിലും 12 അപ്പോസ്തലന്മാരും കൂടെ തീരുമാനിച്ചു പരിച്ഛേദന വേണ്ടെന്ന് വയ്ക്കാം. എന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം? ന്യായപ്രമാണത്തിലെ നിയമങ്ങളായിരിക്കുന്ന വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടിച്ചത്തത്, പരസംഗം ഇതൊക്കെ ന്യായപ്രമാണത്തിലെ നിയമങ്ങളാണ്. രക്തത്തോടു കൂടെ മാംസം ഭക്ഷിക്കുന്നവരെ കൊന്നു കളയണമെന്നാണ് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്, ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച് ഒന്നും ഭക്ഷിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ച് ചോദിക്കുക, ഇത് ന്യായപ്രമാണത്തിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയല്ലേ? ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവരും ഈ ന്യായപ്രമാണത്തിൻ്റെ കുറേ കൽപ്പനകൾ അനുസരിക്കണം. എല്ലാം അനുസരിച്ചില്ലെങ്കിലും പരിച്ഛേദന പോലെയുള്ള കഠിനമായ കൽപ്പനകൾ അനുസരിച്ചില്ലെങ്കിലും കുറേയൊക്കെ അനുസരിക്കണം എന്നല്ലേ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, അല്ലേ? നിങ്ങൾക്കറിയാമല്ലോ പൗലോസിന് ഈ നാളുകളിലൊന്നും ശരിയായിരിക്കുന്ന, അതായത് കൃപായുഗ സുവിശേഷത്തിൻ്റെ ശരിയായിരിക്കുന്ന വശങ്ങൾ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഈ വിഗ്രഹാർപ്പത്തെക്കുറിച്ചൊക്കെ പൗലോസ് പറയുന്നതായിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ.
വിഗ്രഹാർപ്പിതത്തെക്കുറിച്ചൊക്കെ പൗലോസ് പറയുന്നതായിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. ഒന്ന് കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായത്തിലൊക്കെ വായിക്കുന്നുണ്ട്. വിഗ്രഹം ഏതുമില്ല, വിഗ്രഹാർപ്പിതമൊന്നുമില്ല, എല്ലാം സ്തോത്രത്തോടെ ഭക്ഷിക്കുക, എന്നാൽ മറ്റൊരുത്തിന് ഇടർച്ച വരുന്നുവെങ്കിൽ മറ്റുള്ളവന് ഇടർച്ച വരാതിരിക്കാൻ സൂക്ഷിക്കുക. കാര്യങ്ങൾ മനസ്സിലാകുന്നില്ലേ? അപ്പോൾ ഇത് ആദ്യത്തെ നാളുകളാണ് എന്ന് പറഞ്ഞാൽ പൗലോസ് രക്ഷിക്കപ്പെട്ടിട്ട് ഇപ്പോൾ 17 വർഷം, പൗലോസ് പിടിക്കപ്പെട്ട് 17 വർഷമായുള്ളൂ. വെളിപ്പാടുകളെല്ലാം കിട്ടിയിട്ടില്ല. ഈ നാളുകളിലൊന്നും ലേഖനങ്ങളൊന്നും എഴുതിയിട്ടില്ല. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം തിരുവെഴുത്ത് പഠിക്കാൻ. രക്തത്തോടുകൂടെ മാംസം ഭക്ഷിക്കരുത്, രക്തം ഭക്ഷിക്കരുത്, വർജിച്ചിരിക്കണം എന്നുള്ള കൽപ്പന പൗലോസ് പോയി അന്ത്യോക്യ സഭയിൽ വായിച്ച് കേൾപ്പിച്ചു. മാത്രമല്ല, പൗലോസ് പോയി 1-ാം മിഷണറി യാത്രയിൽ സ്ഥാപിക്കപ്പെട്ടതായിരിക്കുന്ന സഭകളിലെല്ലാം തന്നെ പൗലോസ് ഈ 12 അപ്പോസ്തലന്മാർ എഴുതി കൊടുത്തായിരിക്കുന്ന ഈ ചാർട്ട്, ഈ കാര്യങ്ങൾ അവരെയും വായിച്ച് കേൾപ്പിച്ചു, അവരോടും പറഞ്ഞു കൊടുത്തു. അത് ഞാൻ തിരുവെഴുത്തിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയെല്ലാം ഈ പറയുന്നതായിരിക്കുന്ന ന്യായപ്രമാണവും കൃപയുടെ സുവിശേഷവും ഇടകലർന്ന പോകുന്നത് അല്ലേ? പൗലോസ് അപ്പോസ്തലൻ ന്യായപ്രമാണത്തെക്കുറിച്ച് പിൻകാലത്ത് എഴുതിയപ്പോഴെന്താ പറഞ്ഞേ? ന്യായപ്രമാണത്തിന് കീഴിരിക്കാൻ ഇച്ഛിക്കുന്നവരൊക്കെ ശാപത്തിൻ്റെ കീഴിലാവുന്നു. ന്യായപ്രമാണത്താൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ലല്ലോ. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്നവനൊക്കെയും ശാപത്തിൻ്റെ കീഴിലാവുന്നു. ന്യായപ്രമാണം നിങ്ങൾ പരിച്ഛേദനയേറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു ലാഭവുമില്ല. ഇതല്ലേ പൗലോസ് പറയുന്നത്? ഇവിടെയൊന്നും പൗലോസിന് ഈ 1-ാം മിഷണറി യാത്രയിലും എല്ലാ കാര്യങ്ങളും വെളിപ്പെട്ട് വന്നില്ലെന്ന് ഞാൻ പറയുന്നത്. കർത്താവിൽ നിന്ന് വെളിപ്പാടുകൾ കിട്ടണ്ടേ പൗലോസിന്? ഇതെല്ലാം ആ നാളുകളിൽ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ ഈ തർക്കസംഗതി വന്നപ്പോൾ ഒന്ന് മനസ്സിലായി, പരിച്ഛേദന ആവശ്യമില്ലെന്ന് മനസ്സിലായി. ഈ തർക്കസംഗതിയെക്കുറിച്ച് ചോദിക്കാൻ യെരുശലേമിൽ പോയപ്പോൾ യെരുശലേമിലെ അപ്പോസ്തലന്മാർ പറഞ്ഞു, ശരി, പരിച്ഛേദന വേണ്ട, എന്നാൽ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ ഈ രക്തം ശ്വാസം മുട്ടി ചത്തത്, പരസംഗം, വിഗ്രഹാർപ്പിതം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മാറിയിരിക്കണം എന്നുള്ളതായിരിക്കുന്ന കാര്യം പറഞ്ഞ് ഒരു നിയമം കൊടുത്തു. ഇന്നത്തെ സഭകളിലെ സമൂഹങ്ങളിൽ ക്രിസ്തീയ വിശ്വാസികളെന്ന് അഭിമാനിക്കുന്നവർ രക്തം യഹൂദന്മാർ വർജിച്ചതുപോലെ വർജിച്ചാണോ ജീവിക്കുന്നത്? അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളും ശ്വാസം മുട്ടിച്ചത്തതിനെ ആരും തിന്നാറില്ലേ? അപ്പോൾ എന്താ ഈ കൽപ്പനകൾ എന്താ അനുസരിക്കാത്തത്? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. മറ്റത് ധാർമ്മികമായിരിക്കുന്ന ചില ഉപദേശങ്ങളുണ്ട്, അത് അന്നും പാലിക്കേണ്ടതാണ്, ഇന്നും പാലിക്കേണ്ടതാണ്. അത് ന്യായപ്രമാണത്തിൻ്റെ വകയായിട്ടല്ല എന്ന് പറഞ്ഞാൽ പരസംഗം. ന്യായപ്രമാണത്തിൻ്റെ ഭാഗമായിട്ടല്ല നമ്മൾ പാലിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നായിരിക്കുന്ന നിയമത്തിൻ്റെ, നമ്മുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്ന നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ് ധാർമ്മികമായിരിക്കുന്ന ജീവിത നിലവാരം പുലർത്തുന്നത്. എന്നാൽ ഈ ഇങ്ങനെയുള്ളതായിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, രക്തം ശ്വാസം മുട്ടിച്ചത്, വിഗ്രഹാർപ്പിതം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പൗലോസ് പിന്നീട് എന്താ എഴുതിയത്? ഇതൊന്നും അല്ല അതിൻ്റെ കാര്യം എന്നുള്ളത് പൗലോസ് വ്യക്തമായിട്ട് പറയുന്നില്ലേ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണമോ ഇതൊന്നും അല്ലെന്ന് പൗലോസ് പറയുന്നില്ലേ? അപ്പോൾ ഇവിടെയൊക്കെ അത് ഈ തുടക്കകാലങ്ങളിൽ ഇതിനെക്കുറിച്ച് മനസ്സിലായായിരുന്നോ? ഇല്ലല്ലോ. അത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഈ വിഗ്രഹാർപ്പിതത്തെക്കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 8-ാം അധ്യായം നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ മതി. അങ്ങനെ 1-ാം മിഷണറി യാത്ര കഴിഞ്ഞു. അന്ത്യോക്യയിലെ പ്രശ്നങ്ങൾക്ക് ഒരു ഏകദേശ പരിഹാരമൊക്കെയായി. 12 അപ്പോസ്തലന്മാർ ഇടപെട്ട് പരിഹാരമൊക്കെയായി. ഇനി അടുത്തത്, അപ്പോൾ 1-ാം മിഷണറി യാത്ര പൗലോസ് രക്ഷിക്കപ്പെട്ടതിന് ശേഷം എത്ര വർഷം കഴിഞ്ഞിട്ടാണെന്ന് ഞാൻ പറഞ്ഞു? 15 വർഷം കഴിഞ്ഞിട്ടാണ്. അതുവരെ പൗലോസിന് വ്യക്തമായിരിക്കുന്ന വെളിപ്പാടുകളൊന്നും കിട്ടില്ല. ചില കാര്യങ്ങൾ കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നുള്ളൂ, കർത്താവ് പറഞ്ഞു കൊടുക്കുന്നുള്ളൂ ഓരോ കാര്യങ്ങൾ. അപ്പോൾ 15 വർഷം കഴിഞ്ഞിട്ടാണ്. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് 1-ാം മിഷണറി യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുകയും ചെയ്തു. ഇനി പൗലോസിൻ്റെ 2-ാം മിഷണറി യാത്രയെക്കുറിച്ച് ഞാൻ വായിക്കാം. 2-ാം മിഷണറി യാത്ര നടക്കുന്നത് 50-52 AD 50-52 2-ാം മിഷണറി യാത്ര നടക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൻ്റെ 30 മുതലുള്ളായിരിക്കുന്ന വാക്യങ്ങളാണ്. 30 മുതൽ 35 വരെയുള്ളായിരിക്കുന്ന വാക്യങ്ങളിലാണ്. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, അങ്ങനെ അവർ വിട വാങ്ങി അന്ത്യോക്യയിൽ ചെന്ന് ജനസമൂഹത്തെ കൂട്ടിവരുത്തി ലേഖനം കൊടുത്തു. അവർ ഈ ആശ്വാസവചനം വായിച്ച് സന്തോഷിച്ചു. ഏത് ലേഖനം? ഈ പറഞ്ഞില്ലേ, രക്തം ശ്വാസം മുട്ടി ചത്തത് എന്നിങ്ങനെയുള്ളായിരിക്കുന്ന അത് വർജിച്ചിരിക്കണം എന്ന് പറഞ്ഞ ആ ലേഖനം. അവർ ഈ ആശ്വാസവചനം വായിച്ച് സന്തോഷിച്ചു. യൂദാസും ശീലാസും പ്രവാചകന്മാരാകൊണ്ട് പല വചനങ്ങളാലും സഹോദരന്മാരെ പ്രബോധിപ്പിച്ച് ഉറപ്പിച്ചു. കുറേ നാൾ താമസിച്ച ശേഷം സഹോദരന്മാർ അവരെ അയച്ചവരുടെ അടുക്കിലേക്ക് സമാധാനത്തോടെ പറഞ്ഞയച്ചു. എന്നാൽ പൗലോസും ബർന്നബാസും അന്ത്യോക്യയിൽ പാർത്തു മറ്റ് പലരോടും കൂടെ കർത്താവിൻ്റെ വചനം ഉപദേശിച്ചും സുവിശേഷിച്ചും കൊണ്ടിരുന്നു.
കുറേ നാൾ കഴിഞ്ഞിട്ട്. അപ്പോൾ അന്ത്യോക്യ സഭയിൽ ഒന്നാം മിഷണറി യാത്ര കഴിഞ്ഞ് വന്ന് ഈ പ്രശ്നവും പരിഹരിക്കപ്പെട്ട് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാറ്റിവെച്ച്, എന്നാൽ ഏകദേശം ന്യായപ്രമാണത്തിൻ്റെ ഒരു കുറേ ചട്ടങ്ങളൊക്കെയാണല്ലോ ഇത്, അതൊക്കെ പാലിച്ച് അങ്ങനെ മുമ്പോട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ട് ബർന്നബാസിനോട് പൗലോസ് പറയുകയാണ്, നാം കർത്താവിൻ്റെ വചനം അറിയിച്ച പട്ടണം തോറും പിന്നെയും ചെന്ന് സഹോദരന്മാർ എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കുക എന്ന് പറഞ്ഞു. മർക്കോസ് എന്ന യോഹന്നാനെയും കൂട്ടിക്കൊണ്ട്. അപ്പോൾ അവിടുത്തെ ആ സംഭവമൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. എന്ന് പറഞ്ഞാൽ രണ്ടാം മിഷണറി യാത്ര അവിടുന്ന് ആരംഭിക്കുകയാണ്. ഈ രണ്ടാം മിഷണറി യാത്ര ആരംഭിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ AD 50-52 കാലഘട്ടങ്ങളിലാണ് രണ്ടാം മിഷണറി യാത്ര. ഇപ്പോഴൊന്നും ഈ സന്ദർഭങ്ങളിലൊന്നും തന്നെ പൗലോസിന് സ്നാനത്തെക്കുറിച്ച്, അതായത് ഈ ജലസ്നാനത്തെക്കുറിച്ച് എന്ത് പഠിപ്പിക്കണം, എന്ത് ചെയ്യണം എന്നുള്ളതായിരിക്കുന്ന വ്യക്തമായിരിക്കുന്ന ഒരു ധാരണ പൗലോസിന് കിട്ടിയിരുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കണം. അങ്ങനെ പൗലോസ് ഈ കൗൺസിൽ നിർദ്ദേശങ്ങൾ, യെരുശലേം കൗൺസിൽ നിർദ്ദേശങ്ങൾ ജാതീയ സഭകളിൽ ഒന്നാം മിഷണറി യാത്രയിൽ സ്ഥാപിക്കപ്പെട്ട സഭകളുണ്ടല്ലോ, ആ സഭകളിലെല്ലാം യെരുശലേം കൗൺസിലിലെ നിർദ്ദേശങ്ങൾ കൊണ്ടുപോയി കാണിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോസ്തലപ്രവൃത്തി തന്നെ 16-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ. അവർ പട്ടണം തോറും ചെന്നു യെരുശലേമിലെ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വിധിച്ച നിർണയങ്ങൾ പ്രമാണിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ഉറയ്ക്കുകയും എണ്ണത്തിൽ ദിവസേന പെരുകുകയും ചെയ്തു. യെരുശലേമിലെ സഭ ഉപദേശിച്ച കാര്യമില്ലേ, രക്തം, ശ്വാസം മുടി ചത്തത്, പരസംഗം, വിഗ്രഹാർപ്പിതം എന്നിവ ഇതൊക്കെ ന്യായപ്രമാണത്തിൻ്റെ ഉപദേശമാണ്. അപ്പോൾ പൗലോസ് ഒന്നാം മിഷണറി യാത്രയിൽ സ്ഥാപിക്കപ്പെട്ട സഭകളോടും ചെന്നിട്ട് എന്ത് പറഞ്ഞു? 12 അപ്പോസ്തലന്മാർ പറഞ്ഞതായിരിക്കുന്ന കാര്യങ്ങൾ, ന്യായപ്രമാണത്തിൻ്റെ കുറേ കാര്യങ്ങൾ ചെയ്യുക, കുറേ കാര്യങ്ങൾ ക്രമത്തിലാക്കുക എന്നുള്ളതായിരിക്കുന്ന കാര്യം അവരെ പഠിപ്പിച്ചു, അവരെ ഉപദേശിച്ചു എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അത് തന്നെയല്ല, നമുക്കറിയാമല്ലോ പൗലോസിൻ്റെ ആ രണ്ടാം മിഷണറി യാത്രയിലും പൗലോസിന് തിരുവെഴുത്തിൽ പൗലോസിൻ്റെ ലേഖനങ്ങളിൽ 13 ലേഖനങ്ങളിൽ എഴുതിയിരിക്കുന്ന വിധത്തിലുള്ളതായിരിക്കുന്ന കംപ്ലീറ്റ് വെളിപ്പാടുകളും പൗലോസിന് കിട്ടിയിരുന്നില്ല എന്നുള്ളത് തെളിയിക്കാൻ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാം മിഷണറി യാത്രയിൽ തിമോത്തിയോസിനെ കണ്ടെത്തുന്നു. ഒന്നാം മിഷണറി യാത്രയുടെ തുടക്കത്തിൽ തന്നെ പൗലോസ് അന്ത്യോക്യ സഭയിൽ എന്ത് പഠിപ്പിക്കാൻ തുടങ്ങി? പരിച്ഛേദന ആവശ്യമില്ല, പരിച്ഛേദനയാൽ അല്ല ആര് നീതീകരിക്കപ്പെടുന്നത് എന്നുള്ള കാര്യം അന്നോട്ട് പറയാൻ തുടങ്ങി. ഏകദേശം ഒരു 10-14 വർഷമായപ്പോൾ പറയാൻ തുടങ്ങി. പൗലോസ് മാനസാന്തരപ്പെട്ടിട്ട് 10-14 വർഷമായപ്പോൾ പറയാൻ തുടങ്ങി. എന്നാൽ രണ്ടാം മിഷണറി യാത്രയിൽ തിമോത്തിയോസിനെ കണ്ടെത്തിയപ്പോൾ തിമോത്തിയോസിനെ പരിച്ഛേദന കഴിപ്പിക്കുന്നതായിരിക്കുന്ന കാര്യം നമ്മൾ 16-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതിൻ്റെ കാരണവും അവിടെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് തിമോത്തിയോസിനെ പരിച്ഛേദന കഴിപ്പിച്ചതെന്ന് പറയുന്നുണ്ട്. ഞാൻ വായിക്കാം. അവൻ ദർബയിലും ലുസ്രയിലും ചെന്ന് അവിടെ വിശ്വാസമുള്ള ഒരു യഹൂദ സ്ത്രീയുടെ മകനായി തിമോത്തിയോസ് എന്ന് പേരുള്ള ഒരു ശിഷ്യനുണ്ടായിരുന്നു. അവൻ്റെ അപ്പൻ യവനായിരുന്നു. അവൻ ലുസ്രയിലും ഇക്കോനിയിലുമുള്ള സകല യഹൂദന്മാരാൽ നല്ല സാക്ഷ്യം കൊണ്ടവനായിരുന്നു. അവൻ തന്നോടുകൂടെ പോരണമെന്ന് പൗലോസ് ഇച്ഛിച്ചു. അവൻ്റെ അപ്പൻ യവനൻ എന്ന് അവിടങ്ങളിലുള്ള യഹൂദന്മാർ എല്ലാവരും അറിഞ്ഞിരുന്നതിനാൽ അവരെ വിചാരിച്ച് അവനെ പരിച്ഛേദന കഴിച്ചു. എന്ന് പറഞ്ഞാൽ യഹൂദന്മാരോട് സുവിശേഷം പറയാനുള്ളതായിരിക്കുന്ന ഒരു അവസരം ആയിട്ട് ഉപയോഗിക്കേണ്ടതിനാണ് പൗലോസ് തിമോത്തിയോസിനെ പരിച്ഛേദന കഴിപ്പിച്ചത് എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാം. അതിൽ തെറ്റില്ല. എന്നാൽ തന്നെയും പരിച്ഛേദനയെക്കുറിച്ച് പൗലോസ് എന്താ ഗലാത്യലേഖനത്തിൽ പറഞ്ഞത്? നിങ്ങൾ പരിച്ഛേദനയേറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു ലാഭവും ഇല്ലെന്ന് പറഞ്ഞ് ഗലാത്യലേഖനം എഴുതിയപ്പോൾ പറഞ്ഞതേ, നിങ്ങൾ പരിച്ഛേദനയേറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു ലാഭവുമില്ല. അപ്പോൾ ആ പൗലോസ് ഇവിടെ തിമോത്തിയോസിനെ പരിച്ഛേദന കഴിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ, ഈ പരിവർത്തനത്തിന് സമയം എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷത്തിൽ നിന്ന്, കിങ്ഡം ഗോസ്പലിൽ നിന്ന് ഈ കൃപയുടെ ഗോസ്പലിലേക്കുള്ളായിരിക്കുന്ന പരിവർത്തനത്തിൻ്റെ സമയമാണ്. എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റായിട്ട് ചെയ്തു വരാൻ, കൃത്യമായിട്ട് ചെയ്ത് കാര്യങ്ങൾ പറയാനുള്ളതായിരിക്കുന്ന വെളിപ്പാടുകളെല്ലാം പൗലോസിന് കിട്ടിക്കഴിഞ്ഞിട്ടില്ലെന്നർത്ഥം. യഹൂദന്മാരുടെ സുവിശേഷം പറയാൻ യഹൂദന്മാരുടെ അടുക്കൽ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ അവരംഗീകരിക്കണമെങ്കിൽ, തിമോത്തിയോസിനെ അംഗീകരിക്കണമെങ്കിൽ അവനെ പരിച്ഛേദന ഏൽപ്പിക്കണം എന്നുള്ളത് സത്യമാണെങ്കിലും ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഈ തിമോത്തിയോസിനെ പരിച്ഛേദന കഴിപ്പിക്കാൻ തക്കവണ്ണമൊക്കെ പൗലോസിൻ്റെ പിന്നീടുള്ള എഴുത്തുകൾ വായിച്ചു കഴിഞ്ഞാൽ പൗലോസ് ഒരിക്കലും നിൽക്കുകയില്ലായിരുന്നു. വെളിപ്പാടുകളെല്ലാം കിട്ടിയതിന് ശേഷമാണെങ്കിൽ പൗലോസ് ഒരിക്കലും നിൽക്കുകയില്ലായിരുന്നു.
കാരണം പരിച്ഛേദനയെക്കുറിച്ചൊക്കെ അത്ര കർക്കശമായിട്ടാണ് പൗലോസ് പിൻകാലങ്ങളിൽ ലേഖനങ്ങളിൽ എഴുതിയതെന്ന് നമുക്ക് കാണുവാനായിട്ട് പറ്റും. തന്നെയല്ല, ഈ സ്നാനത്തെക്കുറിച്ചും പൗലോസ് എന്തുകൊണ്ടാണ് ഈ രണ്ടാം മിഷണറി യാത്രയിലും ഒക്കെ ചിലരെയെല്ലാം സ്നാനം കഴിപ്പിച്ചതെന്നറിയാമോ? ഈ സ്നാനത്തെക്കുറിച്ച് പൗലോസിന് അത്രമാത്രം വെളിപ്പാടുകൾ കിട്ടിയില്ല. തിമോഥെയോസിനെ പരിച്ഛേദന കഴിപ്പിച്ചത്. എന്നാൽ സ്നാനത്തെക്കുറിച്ചും പൗലോസിന് അത്രമാത്രം വ്യക്തമായിരിക്കുന്ന ധാരണകൾ ഈ 1-2 മിഷണറി യാത്രകളിൽ തനിക്ക് അത്രമാത്രം വെളിപ്പാടുകൾ കിട്ടിയില്ല. നമ്മൾ വായിക്കുന്നുണ്ട്, ലുദിയയും കുടുംബവും പൗലോസിന് പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ലുദിയയും കുടുംബത്തെയും സ്നാനം കഴിപ്പിക്കുന്നത് 16-ാം അധ്യായത്തിൻ്റെ 13 മുതലായിരിക്കുന്ന വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 13 മുതൽ, ശബത്ത് നാളിൽ ഞങ്ങൾ ഗോപുരത്തിന് പുറത്തേക്ക് പോയി, അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾ വിചാരിച്ചു. പുഴവക്കത്ത് ഇരുന്നു, അവിടെ കൂടി വന്ന സ്ത്രീകളോട് സംസാരിച്ചു. തൊയ്തേര പട്ടണക്കാരത്തെയും രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്ന് പേരുള്ള ദൈവഭക്തിയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ച് ശ്രദ്ധിച്ച് കേൾക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നു എങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർപ്പിൻ എന്ന് അപേക്ഷിച്ചു. നോക്കിക്കേ, അപ്പോൾ ലുദിയയെയും കുടുംബത്തെയും പൗലോസ് അപ്പോസ്തലൻ്റെ നേതൃത്വത്തിൽ, ഒന്നുമില്ലെങ്കിൽ പൗലോസ് തന്നെ അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ്റെ നേതൃത്വത്തിലോ സ്നാനം കഴിപ്പിച്ചു. രണ്ടാം മിഷണറി യാത്രയിലാണെന്ന് ഓർക്കണം. AD 50-52 കാലഘട്ടങ്ങളിലാണ് രണ്ടാം മിഷണറി യാത്ര. അപ്പോഴും പൗലോസ് അവരെ സ്നാനം കഴിപ്പിക്കുന്നതാണ് കാണുവാനായിട്ട് കഴിയുന്നത്. തുടർന്ന് നമുക്കറിയാം, ഫിലിപ്പിയ കാരാഗൃഹ പ്രമാണിയെ സ്നാനമേൽപ്പിക്കുന്നത് 16-ാം അധ്യായത്തിൻ്റെ 30 മുതലായിരിക്കുന്ന വാക്യങ്ങളിൽ ഫിലിപ്പിയ കാരാഗൃഹ പ്രമാണിയെ പൗലോസ് സ്നാനം കഴിപ്പിക്കുന്നത് കാണാം. അവിടെ ഇങ്ങനെ വായിക്കുന്ന, അവരെ പുറത്തു കൊണ്ടുവന്നു യജമാനന്മാരെ രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. കർത്താവായി യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് അവർ പറഞ്ഞു. പിന്നെ അവർ കർത്താവിൻ്റെ വചനം അവരോടും അവൻ്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി. താനും തനിക്കുള്ളവരെല്ലാവരും താമസിയാതെ സ്നാനമേറ്റു. കണ്ടില്ലേ, ഈ സമയങ്ങളിലൊക്കെ ഈ ന്യായപ്രമാണത്തിൻ്റെ കണ്ടിന്യൂഷനാണ് സ്നാനവും പരിച്ഛേദനയും വിഗ്രഹാർപ്പിതവും രക്തവും ശ്വാസം മുട്ടിച്ചത്തതും ഒക്കെ ന്യായപ്രമാണത്തിൻ്റെ ഒരു തുടർച്ചയാണ്. ന്യായപ്രമാണത്തിൽ നിന്നാണ് ഈ പരിച്ഛേദന വരുന്നത്, സ്നാനം വരുന്നത്, രക്തം ഭക്ഷിക്കരുതെന്നുള്ള നിയമം വരുന്നത്. പിന്നെ അതുപോലെ തന്നെ വിഗ്രഹാർപ്പിതം തിന്നരുത്, ശ്വാസം മുട്ടിച്ചത്തത് തിന്നരുത് എന്നുള്ളതായിരിക്കുന്ന നിയമമൊക്കെ എവിടുന്നാണ് വരുന്നത്? ന്യായപ്രമാണത്തിൽ നിന്ന് തുടർമാനമായി വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ്. അത് മനസ്സിലാക്കണം. ആ ന്യായപ്രമാണത്തിൽ നിന്ന് പരിപൂർണമായിട്ട് പൗലോസ് ഈ സമയങ്ങളിലും പരിപൂർണമായിട്ട് മാറ്റം ഭവിച്ചിട്ടില്ല, മോചനം പ്രാപിച്ചിട്ടില്ല. കാരണം പൗലോസിന് അതിനുള്ളായിരിക്കുന്ന വെളിപ്പാടുകൾ ശരിയാവണ്ണം ലഭിച്ചു തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ ലഭിച്ചിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി, എന്നാൽ എല്ലാ കാര്യങ്ങളും മനസ്സിലായില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ പൗലോസ് ഈ പറയുന്നതായിരിക്കുന്ന ഇവരെയൊക്കെ സ്നാനം കഴിപ്പിച്ചു. ഈ കാലഘട്ടത്തിലാണ് കൊരിന്ത്യ സഭ സ്ഥാപിക്കപ്പെടുന്നത്. കൊരിന്ത്യ സഭ രണ്ടാം മിഷണറി യാത്രയിലാണ് കൊരിന്തിൽ പോവുകയും കൊരിന്തിലെ സഭ സ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്നത്. ഈ കൊരിന്തിലെ വിശ്വാസികളിലും ചിലരെ സ്നാനം കഴിപ്പിച്ചു. കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, നിങ്ങളിൽ ഈ 2-3 പേരെ അല്ലാതെ മറ്റാരെയും സ്നാനം കഴിപ്പിച്ചായിട്ട് ഞാൻ ഓർക്കുന്നില്ല. എന്നെ സ്നാനം കഴിപ്പിക്കാൻ അല്ല അയച്ചത്, എന്നെ സുവിശേഷം പ്രസംഗിക്കാൻ അത്ര അയച്ചത് അല്ലേ? പൗലോസ് പറയുന്നത് അറിയാമല്ലോ. ഈ കൊരിന്ത്യ സഭ സ്ഥാപിക്കപ്പെട്ടത് രണ്ടാം മിഷണറി യാത്രയല്ല. എന്നാൽ അപ്പോഴും ഈ ന്യായപ്രമാണത്തിൽ നിന്നുള്ളായിരിക്കുന്ന പരിപൂർണ വിടുതലിനെക്കുറിച്ചുള്ളായിരിക്കുന്ന പൂർണ്ണമായിരിക്കുന്ന വെളിപ്പാടുകൾ കർത്താവിൽ നിന്ന് പൗലോസിന് ലഭിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ കൊരിന്ത്യരെക്കുറിച്ച് വായിക്കുന്നത്, കൊരിന്ത്യരിൽ അനേകർ വചനം കേട്ട് വിശ്വസിച്ചു സ്നാനമേറ്റു എന്നാണ്. അതിൻ്റെ 8-ാം വാക്യം, 18-8. കൊരിന്ത്യരിൽ അനേകർ വചനം കേട്ട് വിശ്വസിച്ചു സ്നാനമേറ്റു എന്നാണ്. അപ്പോൾ ഇപ്പോഴൊക്കെ ഇവിടെ സ്നാനത്തെക്കുറിച്ച് സ്നാനം കഴിപ്പിക്കുന്നതായിരിക്കുന്ന കാര്യങ്ങളും പൗലോസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ പൗലോസ് രണ്ടാം മിഷണറി യാത്രയും കഴിഞ്ഞ് പൂർത്തിയായി തിരിച്ച് അന്ത്യോക്യയിലേക്ക് പോയി. അതിനുശേഷം പൗലോസിൻ്റെ മൂന്നാം മിഷണറി യാത്ര AD 56 മുതൽ 58 വരെ, AD 56 മുതൽ 58 വരെയാണ്. ആ സമയങ്ങളിലൊക്കെ പൗലോസ് പരിപൂർണമായി ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവനായി വിട്ടുനിന്ന് സഭകളെ ഉപദേശിച്ചു, സഭകളെ പഠിപ്പിച്ചു,
എന്ന് പറയാനായിട്ട് പറ്റില്ല. കൃപയുടെ സുവിശേഷം പഠിപ്പിച്ചു, അതായത് യേശു ക്രിസ്തുവിൻ്റെ കാൽവരി കുരിശ് പഠിപ്പിച്ചു. അതിലൂടെയാണ് രക്ഷ എന്നുള്ളതായിരിക്കുന്ന കാര്യം മനസ്സിലായി. ന്യായപ്രമാണത്തിലെ പരിച്ഛേദന ആവശ്യമില്ല രക്ഷയ്ക്ക് എന്ന് അവരെ പഠിപ്പിച്ചു. ഇതൊക്കെ ശരിയാണെങ്കിലും എല്ലാ കാര്യങ്ങളും പൗലോസിന് ആ സമയങ്ങളിൽ വെളിപ്പെട്ട് വന്നിട്ടില്ല. എന്നാൽ മൂന്നാം മിഷണറി യാത്ര ആയപ്പോഴേക്കും പൗലോസിന് കുറേ കാര്യങ്ങൾ കൂടെ മനസ്സിലായി. മൂന്നാം മിഷണറി യാത്രയിലാണ് പൗലോസ് എഫേസോസിൽ വെച്ച് കൊരിന്ത്യർക്ക് 1-ാം ലേഖനം എഴുതുന്നത്. മൂന്നാം മിഷണറി യാത്രയിലാണ്. ഏകദേശം 57-58 കാലഘട്ടങ്ങളിൽ, AD 57-58 കാലഘട്ടങ്ങളിൽ. അപ്പോൾ പൗലോസ് വ്യക്തമായിട്ട് പറഞ്ഞു, നിങ്ങളിങ്ങനെ പക്ഷം ചേരരുത്. നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ ചിലരെ ക്രിസ്തുവിൻ്റെ പക്ഷക്കാർ, ഞങ്ങൾ കേഫാവിൻ്റെ പക്ഷക്കാർ, ഞങ്ങൾ പൗലോസിൻ്റെ പക്ഷക്കാർ, ഞങ്ങൾ അപ്പല്ലോസിൻ്റെ പക്ഷക്കാർ എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. നിങ്ങളങ്ങനെ പക്ഷം ചേരരുത്. എന്താ ഇവരൊക്കെ നിങ്ങൾക്ക് വേണ്ടി മരിച്ചോ? ഈ പറയുന്ന കേഫാവും പൗലോസും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി മരിച്ചോ? മരിച്ചില്ലല്ലോ. ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങളല്ല ഞങ്ങളുടെ ആരുടെയെങ്കിലും പേരിൽ നിങ്ങൾ സ്നാനമേറ്റോ? അവരോട് ചോദിക്കാം, ഞങ്ങളുടെ ആരുടെയെങ്കിലും പേരിൽ നിങ്ങൾ സ്നാനമേറ്റിട്ടുണ്ടോ? ഇല്ലല്ലോ, ഞങ്ങളുടെ പേരിൽ നിങ്ങൾ സ്നാനമേറ്റില്ലല്ലോ. എന്നിട്ട് പൗലോസ് പറയുന്നതായിരിക്കുന്ന കാര്യം ഇതാണ്. പൗലോസ് പറയും, എന്നെ സ്നാനം കഴിപ്പിക്കാനല്ല അയച്ചത് എന്ന് പറയുകയാണ്. നോക്കിയേ, അപ്പോഴാണ് പൗലോസിന് ഈ കാര്യങ്ങൾ ക്രിസ്തുവിൻ്റെ ക്രൂശ് പ്രസംഗിക്കാൻ എന്നെ അയച്ചത്, എന്നെ സുവിശേഷം പ്രസംഗിക്കാൻ അയച്ചത്, അല്ലാതെ സ്നാനം കഴിപ്പിക്കാനല്ല. പൗലോസിന് ഈ AD 55-56 മൂന്നാം മിഷണറിയുടെ യാത്രാ കാലഘട്ടമായപ്പോഴേക്കുമാണ് ഈ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ കൃപായുഗ വിശ്വാസികൾക്ക് ബോഡി ഓഫ് ക്രൈസ്റ്റിന് ആവശ്യമേയില്ല എന്ന്, ഒരു പ്രവൃത്തിയും ആവശ്യമില്ല എന്ന് മനസ്സിലായത്. ഞാൻ പറഞ്ഞല്ലോ, അന്ത്യോക്യയിൽ വെച്ച് തന്നെ ഒരു കാര്യം മനസ്സിലായി, പരിച്ഛേദന ആവശ്യമില്ലെന്ന് മനസ്സിലായി. എന്നാൽ അപ്പോസ്തലന്മാർ എഴുതി കൊടുത്തായിരിക്കുന്ന ന്യായപ്രമാണത്തിൻ്റെ ചില ചട്ടങ്ങൾ എല്ലാ സഭകളിലും വായിച്ച് കേൾപ്പിച്ച് അത് ചെയ്യാൻ പറഞ്ഞു. അത് ന്യായപ്രമാണത്തിൻ്റെ ചട്ടങ്ങളാണ്. എന്നാൽ കുറേ കഴിഞ്ഞപ്പോൾ പൗലോസ് പറഞ്ഞു, ന്യായപ്രമാണത്താൽ ഒരു ജഡവും നീതീകരിക്കപ്പെടില്ലെന്ന് പറഞ്ഞു. ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്തിന് ഒരു പ്രവൃത്തി ആവശ്യമില്ല. അപ്പോൾ ഈ സ്നാനം എവിടുന്നാണ് വന്നേ? ന്യായപ്രമാണത്തിൽ നിന്നാണ് ഈ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നതായിരിക്കുന്ന സ്നാനം വന്നത്. പടിപടിയായിട്ടാണ് പൗലോസിന് വെളിപ്പാടുകൾ കിട്ടിയത്. പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ച് പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു കർത്താവ് എന്ന് പറയുന്നുണ്ട്. വെളിപ്പാടുകളുടെ ആധിക്യം. ഒറ്റയടിക്ക് പൗലോസിനെ വിളിച്ച് അങ്ങ് നിർത്തിയിട്ട് പൗലോസിന് ഈ പറയുന്നതായിരിക്കുന്ന ഈ കൃപായുഗത്തിൻ്റെ ഉപദേശങ്ങളെല്ലാം കൂടി അങ്ങ് കൊടുക്കുകയായിരുന്നല്ലേ ചെയ്തത്. പല വർഷങ്ങൾ കൊണ്ടാണ് ഈ കൃപായുഗത്തിൻ്റെ ഉപദേശങ്ങൾ പൗലോസിന് കൊടുത്തതെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പൗലോസ് 1-2 മിഷണറി യാത്രകളിൽ പലരെയും സ്നാനപ്പെടുത്തിയതെന്ന് കാണാനായിട്ട് പറ്റും. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം കഴിഞ്ഞിട്ട് പിന്നീട് സ്നാനത്തെക്കുറിച്ചൊരു വാക്ക് പോലും ബൈബിളിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതിയിട്ടില്ല. അപ്പോസ്തല പ്രവൃത്തിയിൽ സ്നാനത്തെക്കുറിച്ച് ഒന്നും എഴുതിയിട്ടില്ല. കാര്യം മനസ്സിലായില്ലേ? ഇതെല്ലാം പടിപടിയായി മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് പൗലോസ് ഈ കാര്യങ്ങൾ പിന്നീട് ലേഖനങ്ങളിലൂടെ എഴുതി നമുക്ക് വ്യക്തമാക്കി തന്നെ. നിങ്ങൾ സ്നാനം ഏൽക്കുകയാണെങ്കിൽ ന്യായപ്രമാണത്തിൻ്റെ ഒരു പ്രവൃത്തി ചെയ്യുന്നു എന്ന് അതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? 12 അപ്പോസ്തലന്മാർ എഴുതി അയച്ചതായിരിക്കുന്ന രക്തം വർജിക്കുന്നുവെങ്കിലും അതുപോലെ തന്നെ ഭക്ഷണ കാര്യങ്ങളിലും ഒക്കെ നിങ്ങൾ ന്യായപ്രമാണത്തിൻ്റെ കാര്യങ്ങൾ ആചരിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ആ പറഞ്ഞായിരിക്കുന്ന കാര്യങ്ങൾ ആചരിക്കുന്നുവെങ്കിൽ ന്യായപ്രമാണത്തിലേക്ക് തിരിഞ്ഞു പോകുന്നു എന്നർത്ഥം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ന്യായപ്രമാണത്താൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ലെന്ന് പറഞ്ഞ്. ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനം അത്ര വരുന്നതെന്ന് പറഞ്ഞ്. അപ്പോൾ പൗലോസിൻ്റെ 1-2 മിഷണറി യാത്രകളിലെല്ലാം പൗലോസ് ചിലരെയൊക്കെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വെളിപ്പാടുകൾ കിട്ടുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞത്. ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ പൗലോസിൻ്റെ ഉപദേശങ്ങളിൽ സ്നാനത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഓരോ കാര്യങ്ങളും അപ്പോഴിത് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവും. പൗലോസ് ഈ ലേഖനങ്ങളൊക്കെ എഴുതി തുടങ്ങിയതൊക്കെ എപ്പോഴാണെന്ന് മനസ്സിലാക്കണം. പൗലോസ് ആദ്യം എഴുതിയ ലേഖനം എന്നറിയാം, തെസ്സലോനിക്ക ലേഖനം. അതിലൊന്നും സ്നാനത്തെക്കുറിച്ച് ഒരു വിഷയം പോലും കൈകാര്യം ചെയ്തിട്ടില്ല. പരിച്ഛേദനയെക്കുറിച്ച് ഒരു വിഷയം പോലും കൈകാര്യം ചെയ്തിട്ടില്ല. ആദ്യം എഴുതിയൊക്കെ തെസ്സലോനിക്ക ലേഖനം. ഈ പറയുന്ന കൊരിന്ത്യ ലേഖനമൊക്കെ AD 57-58 കാലഘട്ടങ്ങളിലാണ് എഴുതിയത്. ഗലാത്യ ലേഖനവും ഇങ്ങനെയുള്ളതായിരിക്കുന്ന റോമാ ലേഖനവും ഉപദേശകരമായിരിക്കുന്ന കാര്യങ്ങളെല്ലാം. അപ്പോഴാണ് പൗലോസ് ലേഖനങ്ങൾ എഴുതി തനിക്ക് കിട്ടിയതായിരിക്കുന്ന വെളിപ്പാടുകൾ ശരിയാവണ്ണം നമുക്ക് പറഞ്ഞു തന്നത്. അതുവരെ 1-2 ഒരുപക്ഷെ 3-ാം മിഷണറി യാത്ര വരെയും പൗലോസിന് ഇതിൻ്റെ എല്ലാം പൂർണ്ണ രൂപം മനസ്സിലായില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. വെളിപ്പാടുകൾ കിട്ടിയില്ല. അപ്പോൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ എഴുതി തന്നിരിക്കുന്ന ലേഖനങ്ങളാണ് നമ്മുടെ ഉപദേശ വിഷയം.
നമ്മൾ സ്വീകരിക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ അതിനു മുമ്പ് ഈ പരിവർത്തനത്തിൻ്റെ കാലഘട്ടത്തിൽ ഇവർ ചിലർ പരിച്ഛേദനയേറ്റു, ചിലർ സ്നാനപ്പെട്ടു. ഇതെല്ലാം ഇന്ന് നമ്മളും ചെയ്യേണ്ടതാണ് എന്ന് ശഠിക്കുന്നത് ഒരിക്കലും ശരിയല്ല. മനസ്സിലായല്ലോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. AD 57-58 കാലഘട്ടങ്ങളിലാണ് 3-ാം മിഷണറി യാത്ര. ഈ മിഷണറി യാത്രയിലാണ് ഈ ലേഖനങ്ങളിൽ ചിലതെല്ലാം പൗലോസ് എഴുതിയത്. അപ്പോഴേക്കുമാണ് പൗലോസിന് ഈ വെളിപ്പാടുകളെല്ലാം കിട്ടിയത് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പൗലോസ് ചിലരെ സ്നാനം കഴിപ്പിച്ചത്. പൗലോസ് ഏറ്റ സ്നാനം ന്യായപ്രമാണ പ്രകാരമുള്ള സ്നാനമാണ്. പൗലോസ് കഴിപ്പിച്ച സ്നാനവും ന്യായപ്രമാണ പ്രകാരമുള്ള സ്നാനമാണ്. ന്യായപ്രമാണത്തിലാണ് സ്നാനം പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ തുടർമാനമായിരിക്കുന്ന സ്നാനങ്ങളാണ് പൗലോസ് കഴിപ്പിച്ചത്. പറഞ്ഞു മനസ്സിലായോ? പിന്നീട് വെളിപ്പാടുകൾ പൂർണ്ണമായി കിട്ടിക്കഴിഞ്ഞപ്പോൾ ലേഖനങ്ങളിലൂടെ പറഞ്ഞു, ഇതൊന്നുമല്ല രക്ഷയുടെ മാർഗം, ഇതൊന്നുമല്ല, ഈ പ്രവൃത്തികളൊന്നുമല്ല രക്ഷയുടെ മാർഗം എന്ന് പറഞ്ഞു. ഞാൻ തിരുവെഴുത്തുകളിൽ പൗലോസിൻ്റെ എഴുത്തുകളിൽ നിന്ന് റോമലേഖനം 6-ാം അധ്യായം, കൊലോസ്യലേഖനം 2-ാം അധ്യായം, അങ്ങനെ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അടുത്ത വീഡിയോകളിലൂടെ ഞാൻ നിങ്ങളോട് പറയാം. അതിന് കർത്താവ് എന്നെ സഹായിക്കട്ടെ. ഈ കാര്യങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ബോധ്യമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആമേൻ.